ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സ്നേക്ക് ആൻഡ് ആപ്പിൾ ഗെയിം എങ്ങനെ ഉണ്ടാക്കുക എന്നാണ്. അതിനായി ഞാൻ ഉപയോഗിക്കുന്നത് MIT ആപ്പ് ഇൻവെൻറ്റർ ആണ്. ലെറ്റ്സ് സ്റ്റാർട്ട് ന്യൂ പ്രോജക്റ്റ് എന്ന് കൊടുത്തിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ നെയിം കൊടുക്കുക. ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത് സ്നേക്ക് ഗെയിം എന്നാണ്. ഈ വീഡിയോ ഞാൻ 2 പാർട്ടായിട്ടാണ് ഇടുന്നത്. ഇതിൽ സ്ക്രീൻ ഡിസൈൻ ചെയ്യുന്നതും അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് കോഡിംഗ് എന്നും. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ലേഔട്ട് ഓപ്പൺ ചെയ്ത് വെർട്ടിക്കൽ അറേഞ്ച്മെൻറ്റ് എന്നുള്ളത് സ്ക്രോൾ ചെയ്ത് സ്ക്രീനിൽ ഇടുക. എന്നിട്ട് ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ഫിൽ പാരൻ്റ് ആക്കുക. എന്നിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാവുന്ന. ഞാൻ ഇപ്പോൾ ഇടുന്നത് മജന്ത എന്നൊരു കളറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇടാവുന്നതാണ്. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ മുകളിൽ കാണുന്ന യൂസർ ഇൻ്റർഫേസ് ഓപ്പൺ ചെയ്തിട്ട് ലേബൽ എന്നുള്ളത് സ്ക്രോൾ ചെയ്ത് സ്ക്രീനിലിടുക. എന്നിട്ട് വെർട്ടിക്കൽ അറേഞ്ച്മെൻറ്റ് 1 ഓപ്പൺ ചെയ്ത് എന്നിട്ട് അലൈൻ ഒറിസോണ്ടൽ ആൻഡ് അലൈൻ വെർട്ടിക്കൽ സെൻറ്റർ ആക്കുക. എന്നിട്ട് ലേബൽ 1ൽ ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യുക. ഞാനിപ്പോൾ ചേഞ്ച് ചെയ്യുന്ന സ്നേക്ക് ഗെയിമാണ്. നിങ്ങൾക്കും സ്നേക്ക് ഗെയിം എന്ന് തന്നെ കൊടുക്കാവുന്നതുമാണ്. എന്നിട്ട് ടെക്സ്റ്റ് സൈസ് 30 ആക്കുക. എന്നിട്ട് നമ്മൾ യൂസർ ഇൻ്റർഫേസിൽ ബട്ടൺ എന്നുള്ളത് സ്ക്രോൾ ചെയ്ത് സ്ക്രീനിൽ ഇടുക. എന്നിട്ട് അതിൻ്റെ ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യുക. സ്റ്റാർട്ട് എന്ന് കൊടുക്കുക ടെക്സ്റ്റ്. എന്നിട്ട് അതിൻ്റെ ബട്ടൺ സൈസ് 18 എന്നും കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ടെക്സ്റ്റിൻ്റെ കളറും ടെക്സ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറും ഒക്കെ ചേഞ്ച് ചെയ്യാവുന്നതുമാണ്. ഇപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സ്ക്രീൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വെർട്ടിക്കൽ അറേഞ്ച്മെൻറ്റ് 1 ഓപ്പൺ ചെയ്ത് റൈറ്റ് സൈഡിലുള്ള വിസിബിൾ ഓഫ് ആക്കുക. എന്നിട്ട് വീണ്ടും ഒരു വെർട്ടിക്കൽ അറേഞ്ച്മെൻറ്റ് സ്ക്രീനിൽ ഡ്രാഗ് ചെയ്തിടുക. എന്നിട്ട് ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ഫിൽ പാരൻ്റ് ആക്കുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ഡ്രോയിങ് ആൻഡ് ആനിമേഷൻ ഓപ്പൺ ചെയ്യുക. അതിൽ നിന്ന് ക്യാൻവാസ് ഡ്രാഗ് ചെയ്ത് സ്ക്രീനിൽ ഇടുക. എന്നിട്ട് അതും ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ഫിൽ പാരൻ്റ് ആക്കുക. എന്നിട്ട് ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് എന്നുള്ളത് ഡ്രാഗ് ചെയ്ത് സ്ക്രീനിൻ്റെ അടിയിലിടുക. എന്നിട്ട് അത് വിഡ്ത്ത് ഫിൽ പാരൻ്റ് ആക്കുക. ഹൈറ്റ് ഓട്ടോമാറ്റിക്കൽ തന്നെ ഇരുന്നോട്ടെ. പിന്നെ യൂസർ ഇൻ്റർഫേസ് ഓപ്പൺ ചെയ്തിട്ട് 4 ബട്ടൺ അവിടേക്ക് ഡ്രാഗ് ചെയ്ത് ഇടുക. എന്നിട്ട് നമ്മൾ ബട്ടൺ 1 ഓപ്പൺ ചെയ്ത് ബട്ടൺ 1 മീൻസ് ബട്ടൺ 2 എന്നാണ് അവിടെ കൊടുക്കുന്നത്. അത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ടെക്സ്റ്റ് അപ്പ് എന്നാക്കുക. എന്നിട്ട് ബട്ടൺ 3 ടെക്സ്റ്റ് ഡൗൺ എന്ന് കൊടുക്കുക. എന്നിട്ട് ബട്ടൺ ടെക്സ്റ്റ് ഫോർ ബട്ടൺ 3 എന്നുള്ളതിൽ ഡൗൺ എന്ന് കൊടുക്കുക. എന്നിട്ട് ടെക്സ്റ്റ് ഫോർ ബട്ടൺ 4 എന്നുള്ളതിൽ ലെഫ്റ്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് ടെക്സ്റ്റ് ഫോർ ബട്ടൺ 5 എന്നുള്ളതിൽ റൈറ്റ് എന്നും കൊടുക്കുക. എന്നിട്ട് ബട്ടൺസ് ഒക്കെ ഉള്ള ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അലൈൻ ഹൊറിസോണ്ടൽ ആൻഡ് അലൈൻ വെർട്ടിക്കൽ സെൻറ്റർ ആക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യുക. എന്നിട്ട് അപ്പ് എന്നുള്ള ബട്ടണിൽ ഫൺ ബോൾഡ് എന്ന് കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാവുന്നതാണ്, ബട്ടൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ. എന്നിട്ട് അതിൻ്റെ ഫോണ്ട് സൈസ് 16 എന്ന് കൊടുക്കുക.
അതുപോലെ എല്ലാത്തിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്ത് ഫോണ്ട് സൈസും കൂട്ടുക. അങ്ങനെ 4 ബട്ടൻ്റെതിലും കൂട്ടുക. എന്നിട്ട് വെർട്ടിക്കൽ അറേഞ്ച്മെൻറ്റ് ടൂയിൽ ക്യാൻവാസ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്ക് ആക്കുക. എന്നിട്ട് ഡ്രോയിങ് ആൻഡ് അനിമേഷനിൽ ബോൾ എന്നുള്ളത് ഡ്രാഗ് ചെയ്തിട്ട് സ്ക്രീനിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സൈഡിലിടുക. അതാണ് നിങ്ങളുടെ ആപ്പിൾ. എന്നിട്ട് അതിൻ്റെ കളർ യെല്ലോ ഓർ റെഡ് അങ്ങനെ ഇഷ്ടമുള്ള കളറാക്കുക. എന്നിട്ട് അതിൻ്റെ റേഡിയസ് 10 കൊടുക്കുക. അനിമേഷനിൽ തന്നെ ഒരു ഇമേജ് സ്പ്രൈറ്റ് എന്ന് കാണാം, അതും സ്ക്രീനിൽ ഡ്രാഗ് ചെയ്തിടുക. എന്നിട്ട് അതിൻ്റെ ഹൈറ്റ് 100 പിക്സൽ എന്ന് കൊടുക്കുക. അതിൻ്റെ വിഡ്ത്തും 100 പിക്സൽ എന്ന് കൊടുക്കുക. എന്നിട്ട് അതിൽ ഒരു സ്നേക്കിൻ്റെ ഇമേജ് അപ്ലൈ ചെയ്യുക. ഞാൻ ഉപയോഗിക്കുന്ന സ്നേക്കിൻ്റെ പിക്ചർ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. എന്നിട്ട് ആ സ്നേക്കിൽ ക്ലിക്ക് ചെയ്താൽ റൈറ്റ് സൈഡിൽ അടിയിലേക്കാക്കിയാൽ അവിടെ Y എന്ന് കാണാം. Y എന്നുള്ളിടത്ത് 900 എന്ന് കൊടുക്കുക. എന്നാലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കറക്റ്റായിട്ട് സ്നേക്ക് ആ സൈഡിൽ വരിക. അല്ലെങ്കിൽ മുകളിലൊക്കെ ആയിട്ടായിരിക്കും സ്നേക്ക് ഉണ്ടാവുക. എന്നിട്ട് വെർട്ടിക്കൽ അറേഞ്ച്മെൻറ്റ് 2 വിസിബിൾ ഓഫ് ആക്കിയിട്ട് വീണ്ടും ഒരു വെർട്ടിക്കൽ അറേഞ്ച്മെൻറ്റ് സ്ക്രീനിലിട്ട് ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ഫിൽ പാരൻ്റ് ആക്കുക. എന്തിനാണ് ഓഫ് ആക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗെയിം തോറ്റാൽ റീസ്റ്റാർട്ട് എന്നുള്ളൊരിത് വരണ്ടേ, അതിനായി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ വീണ്ടും ചേഞ്ച് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അലൈൻ ഹൊറിസോണ്ടലും അലൈൻ വെർട്ടിക്കലും സെൻറ്റർ ആക്കുക. എന്നിട്ട് യൂസർ ഇൻ്റർഫേസിൽ നിന്ന് ലേബൽ എന്നെടുത്തിട്ട് സ്ക്രീനിലിടുക. എന്നിട്ട് അതിൻ്റെ ടെക്സ്റ്റ് ഗെയിം ഓവർ എന്ന് കൊടുക്കുക. പിന്നെ അതിൻ്റെ ഫോണ്ട് സൈസ് 30 എന്നും കൊടുക്കുക. വീണ്ടും ഒരു ബട്ടൺ ഡ്രാഗ് ചെയ്ത് സ്ക്രീനിലിടുക. എന്നിട്ട് അതിൻ്റെ ഫോണ്ട് സൈസ് 16 എന്ന് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ടെക്സ്റ്റ് റീസ്റ്റാർട്ട് എന്നും കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ ബട്ടൻ്റെ കളർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇടാവുന്നതുമാണ്. വെർട്ടിക്കൽ അറേഞ്ച്മെൻറ്റ് 3 എന്നുള്ളത് വിസിബിൾ ഓഫ് ആക്കുക. എന്നിട്ട് വെർട്ടിക്കൽ അറേഞ്ച്മെൻറ്റ് 2 എന്നുള്ളത് വിസിബിൾ ഓൺ ആക്കുക. എന്നിട്ട് ലേഔട്ടിൽ നിന്ന് ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് എന്നുള്ളത് ഡ്രാഗ് ചെയ്ത് സ്ക്രീനിൽ ഇടുക. ഇത് നിങ്ങൾക്ക് സ്കോർ കാണാൻ പറ്റാവുന്നത് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അത് വിഡ്ത്ത് ഫിൽ പാരൻ്റ് ആക്കുക. അവിടെ 2 ലേബൽ കൊടുക്കുക. എന്നിട്ട് അതിനു മുമ്പ് ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ അലൈറ്റ് ഹൊറിസോണ്ടലും അലൈറ്റ് വെർട്ടിക്കലും സെൻറ്റർ ആക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് കളർ ഇട്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി കിട്ടും. ഞാൻ ഇടുന്ന ബാക്ക്ഗ്രൗണ്ട് കളർ തന്നെ ഇടണമെന്ന് നിർബന്ധമില്ല. ലേബൽ 1 ടെക്സ്റ്റിൽ സ്കോർ എന്ന് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഫോണ്ട് സൈസ് 18 എന്നും കൊടുക്കുക. രണ്ടാമത്തതിൽ 0 എന്നും കൊടുക്കുക. എന്നിട്ട് 0ൻ്റെ ടെക്സ്റ്റ് സൈസ് 25 എന്നും കൊടുക്കുക.
ഈ ആപ്ലിക്കേഷൻ്റെ കോഡിങ്ങുമായി വരുന്നവരേക്കും സൈനിങ് ഔട്ട് ഫെബിൻ ടെക്.